15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനത്തിന്റെ 10ാം ദിനവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തെ ചൊല്ലിയുള്ള ഭരണ പ്രതിപക്ഷ വാക്പോരോടെയാണ് സഭ ഇന്നും ആരംഭിച്ചത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം സഭാ നടപടികളോട് നിസ്സഹകരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഞങ്ങൾ ഈ സഭയിൽ സഭാ നടപടികളുമായി നിസ്സഹരിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെയും വകുപ്പിൻ്റെയും സമ്മർദ്ദം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. സാർ, ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സാർ, അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പ്രതിപക്ഷത്തിന്റെ നടപടി ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് സ്പീക്കർ A.N. ഷംസീർ പറഞ്ഞു. ഇവിടെ ബാനർ പിടിച്ചു കയറാനാണ് ഇങ്ങോട്ട് ഡയസ് കയറിയത്. യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല MLA ശ്രമിച്ചത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതോടൊപ്പം തന്നെ ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല. പ്രതിപക്ഷ നേതാവ് വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്ന് മന്ത്രി M.B. രാജേഷ് കുറ്റപ്പെടുത്തി. സർ, എങ്ങനെയാണ് വസ്തുതകളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് കണ്ണടയ്ക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന. ഇന്ന് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം അവാസ്തവം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നത്തെ ചോദ്യോത്തരവേള റദ്ദു ചെയ്തു. തുടർന്ന് ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷനുകൾ എന്നിവയുടെ മറുപടികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സഭയുടെ മേശപ്പുറത്ത് വെച്ചു. നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷങ്ങൾ ചോദ്യോത്തരവേളയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ചോദ്യോത്തരവേളയുടെ ശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. തുടർ നടപടികൾ കടക്കാൻ ചെയർ നിർബന്ധിതമാവുകയാണ്. ഓർഡർ. ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കലും ഒപ്പം സബ്മിഷന്റെയും മറുപടികൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചതായി പരിഗണിക്കുന്നതാണ്. ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന മന്ത്രി വി. ശിവൻകുട്ടി അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനങ്ങൾ സംബന്ധിച്ച് ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി സഭയിൽ അവതരിപ്പിച്ചു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ പ്രശ്നങ്ങളും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ചട്ടം 118 അനുസരിച്ചുള്ള പ്രമേയം മന്ത്രി M.B. രാജേഷ് അവതരിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.B. രാജേഷ് പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതും ജനവിരുദ്ധവും തൊഴിലവകാശം നഷ്ടപ്പെടുത്തുന്നതുമായ പുതിയ നിയമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഈ സാഹചര്യത്തിൽ ദാരിദ്ര്യ ലഘൂകരണത്തെ പിന്നോട്ടടിപ്പിക്കുന്നതും തൊഴിൽ നൽകൽ ചുമതല സംസ്ഥാനങ്ങളുടെ ബാധ്യതയാക്കുന്നതുമായ പുതിയ നിയമം പിൻവലിച്ച് 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്ന് ഈ സഭ ആവശ്യപ്പെടുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച വോട്ടെടുപ്പ് ഇന്ന് നടന്നു. മന്ത്രി K.N. ബാലഗോപാൽ അവതരിപ്പിച്ച 2026 കേരള ധനവിനിയോഗ ബിൽ ചർച്ച കൂടാതെ സഭ ഇന്ന് പാസാക്കി. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളന കലണ്ടർ ഇന്നത്തെ കാര്യവിവരപ്പട്ടിക എന്നിവ ഭാഗികമായി ഭേദഗതി ചെയ്ത് 2026 കേരള ധനവിനിയോഗ ബിൽ ഇന്നേ ദിവസം അവതരിപ്പിക്കുന്നതിനും പരിഗണനയ്ക്കെടുക്കുന്നതിനും ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2026 ധനവിനിയോഗ ബിൽ പരിഗണനയ്ക്കെടുക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സാക്കിയിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും ഫെബ്രുവരി 23 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി. നമസ്കാരം.